നമ്മളെ റൂം ഇതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും റൂമിലൊക്കെ എത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഉച്ചയോടെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് നമ്മളെ നല്ലൊരു ഭക്ഷണമാണ് കിട്ടിയത്. അപ്പം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആൾക്കാർ. അതിനുശേഷം നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ വാഗ ബീച്ചിലേക്കാണ് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ വാഗ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ കൈപിടിച്ചുകൊണ്ട് വയ്യാറില്ല. നമ്മൾ ഇവിടെ കവറൊക്കെയും എല്ലാവരും ഉണ്ട്. നമ്മൾ വാഗ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാം ഒന്ന് കറങ്ങി കാണാം. എത്തിയിരിക്കുന്നത് വാഗ ബീച്ചിലാണ്. ഗോവയിലെ വളരെ പ്രശസ്തമായൊരു ബീച്ചാണ് വാഗ ബീച്ച്. എല്ലാവരും എത്തിച്ചേരുന്ന, ഗോവയിൽ വന്ന് എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. വളരെ വിശാലമായൊരു ബീച്ചാണ്. വളരെ നീണ്ടു നിവർന്ന് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ട് പുറത്തിറങ്ങുന്നത്. ഇല്ല, സമുദ്രത്തിൽ ഇറങ്ങുന്നത്. നമ്മളിപ്പോ കല്ലങ്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രിയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് ലൈറ്റിന്റെ കളിയാണ്. ഗോവയിൽ സാധാരണയായിട്ട് വൈകുന്നേരങ്ങളിലാണ് ബീച്ചുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് കൂടാരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ അതിനൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു ബീച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ബീച്ചിൻ്റെ സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാൻസ് ബാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രികാലങ്ങളിൽ ബീച്ച് വളരെ കളർഫുള്ളായിട്ടാണ് നമുക്ക് ഗോവ ബീച്ചുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോവയിൽ വന്നിട്ടുള്ള പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.